എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കമ്പനി LGSന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമുക്ക് അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് ഒടുവിൽ നമ്മുടെ എക്സാം ഡേറ്റ് എന്തിരിക്കുകയാണ്, PSC അനൗൺസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ PSC അനൗൺസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് അനുസരിച്ച് നമ്മുടെ മുന്നിലേക്ക് കിടക്കുന്നത് ഇനി എത്ര നാളുകളാണ്, എന്താണ് അതിലെ മാറ്റം PSC കൊണ്ടുവന്നിരിക്കുന്നത്? ഓൾറെഡി നമ്മൾ വീഡിയോ പോയിരിക്കുന്നതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കമ്പനി ബോർഡ് LGSനും ബേവ്കോ LDCക്കും ഒക്കെ കൂടി ഒരു പ്രിലിംസ് ഉണ്ടാകും എന്നുള്ളത് അല്ലെ. അപ്പൊ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു എക്സാം മെയിൻസിലേക്ക് പോകുന്നത്. ഏകദേശം നമുക്കറിയാം പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നമ്മളുടെ മുന്നിൽ PSC തന്നിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിനും സെപ്റ്റംബർ മന്തിനും ഇടയിലായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ജനുവരിയിലാണ് അല്ലെ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, എത്ര നാളുണ്ട് നമുക്ക്, എത്ര മാസം കിടക്കുന്നുണ്ട്? 6 മാസം അല്ലെ. ഈ 6 മാസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുള്ള സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സിലബസ് തന്നെയാണ് നമുക്ക് പ്രിലിംസിനുള്ളൂ. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സയൻസ് ആൻഡ് ടെക് ആൻഡ് ഇതിൽ ഈ മേഖലയിൽ തന്നെ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. പിന്നെ വരുന്നത് എന്താണ്, ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്, പിന്നെന്താണ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഏതാ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവ്, പിന്നെ കേരള ജോഗ്രഫി വരുന്നുണ്ട്, അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസ് ആണ് കൂടുതലായിട്ട് നമുക്ക് പ്രിലിംസ് വരുന്നത്. ഇതൊക്കെ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുത്താം. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, സയൻസ് വരുന്നുണ്ട്, മാത്സും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളല്ല. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോവുകയാണ് എങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 6 മാസം എന്ന് പറയുന്നത് ടൈം വളരെ കൂടുതലാണ്. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കാര്യം നമുക്ക് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ ഓൾമോസ്റ്റ് ഒരുപാട് അഡ്വൈസുകളും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഏറ്റവും മികച്ച, ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS. മാത്രമല്ല ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രിലിംസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന സെയിം സിലബസ് തന്നെയാണ് ബേവ്കോ LDCക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലെ. അപ്പൊ കമ്പനി ബോർഡ് LGSനും അതുപോലെ തന്നെ ബേവ്കോ LDCക്കും നിങ്ങൾ ഒരൊറ്റ പഠനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്താണ് ഇതിന്റെ മാറ്റം? അതായത് മെയിൻ ആയിട്ടും SCRT ചാപ്റ്റേഴ്സ് കൂടുതലായിട്ടും നിങ്ങൾ ഈ ഒരു സിലബസിൽ തന്നെ SCRT ചാപ്റ്റേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ പ്രിലിംസിന് നിങ്ങളുടെ മുന്നിൽ ഡേറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞാല് സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തോട് കൂടിയിട്ട്, ഒക്ടോബർ ഡിസംബർ മാസത്തോട് കൂടിയിട്ട് ഇതിന്റെ മെയിൻസ് എക്സാം വരികയാണ്. അപ്പൊ മെയിൻസിൽ വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പഠിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തൊരു കാര്യത്തിൽ പോകുമ്പോൾ പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, പ്രോപ്പർ പ്ലാനിങ് ആയിട്ട് ഇന്ന ദിവസം ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി ഇത്ര ദിവസം കൊണ്ട് ഇത്ര ടോപ്പിക്ക് കവർ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും, ഇത്ര ഏരിയാസ് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എടുത്തു വെച്ചിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ്, പത്രവാർത്ത ബേസ് ചെയ്തിട്ടുള്ളത്, SCRT, അതുപോലെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സിലബസ് വെച്ചിട്ട് മാക്സിമം നിങ്ങൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എത്ര പോർഷൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, ഇനി എന്തുമാത്രം നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട് എന്നുള്ളത് സ്വയമായിട്ട് എന്ത് ചെയ്യുക, ഒരു വിലയിരുത്തുക. അതേപോലെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് എഴുതി കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ നോട്ടിഫിക്കേഷനും അതേപോലെ ജനുവരി 12, 2024 റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ
ജനുവരി 12, 2027 ആകുമ്പോഴത്തേക്കും എന്താണ് ഈ നിലവിലുള്ള പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തീർന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന 2026 ഈ ഒരു വർഷം നിങ്ങളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ കരിയറിന് ഇപ്പൊ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷം നല്ലൊരു വർഷമായിട്ട് നിങ്ങൾ പഠിച്ച് ഉത്തരവാദിത്തോടു കൂടി നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ച് നാളെങ്കിലും നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മൊമെന്റ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വില്ലേജ് ഫീൽഡ് ആവട്ടെ, ബേവ്കോ ആവട്ടെ, കമ്പനി ബോർഡ് LGS ആവട്ടെ, ഇതിനെല്ലാം കൂടി നമ്മൾ പ്രിലിംസ്, മെയിൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രയാണം എന്നുള്ള നമ്മളുടെ ഈ ഒരു ബാച്ച് ആണ്. നമ്മൾ ഓരോ ദിവസം ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്ക്, ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അലൗട്ട് ചെയ്ത് തരും. അതിന്റെ ഓരോന്നിന്റെയും എക്സാം നമ്മൾ ഡെയിലി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഡേ 1 ക്ലാസ് കാണുക, അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഡേ 2, ഡേ 3 അങ്ങനെ ഓരോ ദിവസവും എന്താണ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സ്, അതുപോലെ സ്റ്റഡി നോട്ട്സ്, PDF, ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല കിടിലൻ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അതുപോലെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.